ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കഫ്താൻ ടോപ്പ് തയ്ക്കാം. അതിനുവേണ്ടി ക്ലോത്ത് ഇവിടെ 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1.5 മീറ്റർ ക്ലോത്താണ് ഈ ടോപ്പിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇവിടെ 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും ഞാനിവിടെ 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ലൈൻ ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം നമുക്കിനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്ന് വേണം സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. ഇവിടെ സെപ്പറേറ്റ് കട്ടിങ്ങോ ഒന്നും വരുന്നില്ല. ഞാനിവിടെ സ്ലീവ് ലെങ്ത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 28.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഇനിയും 28.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിലോട്ട് ചെല്ലും തോറും ആ 28.5 എന്നത് കുറഞ്ഞു വരും. ഇനി നമുക്ക് ആ സ്ലീവ് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇതുപോലെ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചെസ്റ്റിൻ്റെ പോർഷനിൽ അവിടെ നിന്ന് ഈ സ്ലീവ് റൗണ്ടിലോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ലൂസ് വിട്ട് വേണം ഷേപ്പ് മാർക്ക് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഞാനിവിടെ 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ഡെപ്തും നെക്ക് ലെങ്ത്തും 3 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം രീതിയിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആ എൻഡ് തൊട്ട് ആ കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഇത് വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നെക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മളിതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്ലോത്തിൻ്റെ നല്ല വശം എടുത്തിട്ട് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ട് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേണം, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നെക്ക് മാർക്ക് ചെയ്യാൻ. ഇനി ഈ ബാലൻസ് വരുന്ന പീസ് കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അരികെല്ലാം ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതിച്ചടിക്കണം. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എങ്കിൽ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. അപ്പോൾ നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഇത് ചീത്തവശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം 2ആയി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നെക്ക് കിട്ടും. ചിലവരുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ ക്രോസ് പീസ് വെക്കാതെ അങ്ങനെ തന്നെ 2ആയി മടക്കി സ്റ്റിച്ച് ചെയ്യും. അത് അത്ര ഫിനിഷിങ് അല്ല, അതത്ര നല്ലതുമല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല ഫിനിഷിങ് തന്നെ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികുണ്ടല്ലോ, ഇതിൻ്റെ അരികും ഇതുപോലെ ചെറിയൊരു മടക്കിക്കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ അരികും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലൊന്നും മാർക്കിംഗ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. നമ്മൾ ഷേപ്പൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത വശത്ത് നിന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഫ്രണ്ട് പോർഷനിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നല്ല വശത്ത് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നല്ല വശത്ത് തന്നെ ആയിരിക്കും സ്റ്റിച്ചിങ് ചെയ്യുന്നത്. വളരെ എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അപ്പം നിങ്ങളും എല്ലാവരും ഒന്ന് പറ്റിയ കുറച്ച് പീസ് മാത്രം മതി. കട്ട് പീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ജീൻസുമായിട്ടൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടോപ്പാണിത്. അപ്പോൾ അടുത്ത സൈഡും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബട്ടൺസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഇത് നമുക്കിനി ഇട്ടിട്ടുള്ള വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്.
കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ഇത് ഇടുമ്പോഴത്തേക്ക്. ഞാൻ മഞ്ഞ പാൻറ്റുമായിട്ട് പെയർ ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസുകൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.